ും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഇട്ട് വെച്ചത് കാണിക്കാനാണ്. ഞാനൊരു 45 ദിവസത്തിന് മുൻപ് ഒരു 10 കിലോ ശർക്കരയും 10 കിലോ ചാളയും കൂടിയും കൂട്ടി ഫിഷ് അമിനോ ആസിഡിന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് തുറക്കും. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പച്ചക്കറി കർഷകർക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇതിന് മുൻപ് ഞാൻ ചെറിയ ലെവലിൽ 1 കിലോ ചാളയും 1 കിലോ ശർക്കരയും ഇട്ട ഫിഷ് അമിനോ ആസിഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 10 കിലോ ഇട്ടത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം. ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാൻ പോവാണ്. ഇത് ഇട്ട് വെച്ചിട്ട് ഇത്ര 45-50 ദിവസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വായിച്ചിട്ട് കെട്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുത്ത് അരിക്കാം. അപ്പോൾ നിങ്ങളിത് കാണുക, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുക. നല്ല ചാളയും ശർക്കരയും കൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് എടുത്ത് ഇതിനകത്തേക്ക് അരിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇത് എത്രമാത്രം ചെടികൾക്ക് എഫക്റ്റ് ആകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ചെടികളുടെ പൂവും കായ ഉണ്ടാകാനും നന്നായിട്ട് വലിയ കായ പിടിക്കാനും ഒക്കെ നല്ലതാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. ഇത് 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കുക. നമ്മുടെ ചെടികളിൽ വരുന്ന എല്ലാ കീടങ്ങൾക്കും നല്ലതാണ്. കീടനാശിനിയായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് എടുക്കാൻ പോവാണ്. നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല സ്മെല്ലാണ്, നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിന്. നല്ല ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെടുത്ത് അരിക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഈ അരിപ്പ് വെച്ചിട്ടാണ് അരിക്കണത്. ഇത് കുറച്ച് അരിഞ്ഞ് വീണതിന് ശേഷം നമുക്കൊരു തുണി ഇട്ടിട്ട് തുണിയിലേക്ക് അരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ എല്ലാ സത്തും കിട്ടും. ഇത് നമ്മളിത് അരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിണ്ടം നമുക്ക് തെങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. ഇന്ന് കുറച്ച് അരിഞ്ഞ് വീടുള്ളൂ. ഇതിന് ശേഷം ഇത് നമുക്ക് ഇതിൻ്റെ വീണ്ടും എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ തെങ്ങിനും അതുപോലെ തന്നെ വലിയ തടിയുള്ള വൃക്ഷങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്താണ് ഒഴിക്കേണ്ടത്. നല്ല സ്മെല്ലാണ് ഇതിന്. അതിലിപ്പോൾ ഇത്ര അരിച്ചിട്ട് നമുക്കിത് ഇത്രയും ഫിഷ് അമിനോ ആസിഡാണ് കിട്ടിയേക്കണത്. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് കുഴിയിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഇത്രയും എടുത്തരിച്ചപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഫിഷ് അമീൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മത്സ്യത്തിൽ ഒരു തരി വെള്ളം ഉണ്ടാകാൻ പാടില്ല. ശരിക്കും വെള്ളം മാറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ എത്രയാണോ മത്സ്യം എടുക്കുന്നത് അത്രയും തന്നെ ശർക്കര തന്നെ എടുക്കണം, ഒട്ടും കുറവ് വരാതെ തന്നെ. അപ്പോൾ അത് അടുക്കടുക്കായിട്ട് ഇട്ട് വെച്ചിട്ട് ഈ നമ്മൾ ഇട്ട് വെക്കുന്ന ടിന്ന് നന്നായിട്ട് വാക്കിട്ട് കെട്ടി മൂടി വെക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ തുറക്കരുത് ഒരിക്കലും. ഈ ടിന്നിനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കുലുക്കി കൊടുക്കുക. അങ്ങനെയാണ് അതിങ്ങനെ ഡൈലൂട്ടായി വരുന്നത്. അതിനകത്തേക്ക് ഒരു പ്രാണികളോ കീടങ്ങളോ ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും വാക്കിട്ട് കെട്ടി വെക്കുന്നതും വീണ്ടും തുറക്കാതിരിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫിഷ് അമീനോ ആസിഡൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുക. അത് നന്നായിട്ട് പൂവും കായും ഉണ്ടാക്കി നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാവരും ഇതേപോലെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.